വാട്സപ്പിൽ നമുക്ക് പല ഭാഷകളിലും മെസ്സേജുകൾ വരാറുണ്ട്. നമുക്ക് ആ ഭാഷകൾ മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ അത് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനിൽ നമ്മളത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളിയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള ലാംഗ്വേജിലേക്ക് അത് മാറ്റിയിട്ടാണ് എന്താണ് മെസ്സേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ വാട്സപ്പിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ആപ്ലിക്കേഷൻ്റെ അകത്തും നമുക്കൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലുള്ള ടെക്സ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ അത് ഏത് ഭാഷയിലേക്കും മാറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1-2 പെർമിഷനൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ട്രൈ നൗ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 പെർമിഷനാണ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ഗ്രീൻ കളറുള്ള ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ സർവീസസ് എന്ന ഭാഗത്താണ് എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. ഇവിടെ സ്നാപ്പ് ട്രാൻസ് എന്ന ആ ഭാഗം ഓഫിലാണുള്ളത്. ഞാനത് ഓണായി കൊടുക്കുകയാണ്. തുടർന്ന് അലോ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു പെർമിഷൻ കൂടി ഞാനിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. സ്നാപ്പ് ട്രാൻസ് എന്ന ഭാഗം ഇവിടെ ഓഫിലാണുള്ളത്. ഞാനത് ഓണായി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്ക് വരുമ്പോൾ ഇവിടെ രണ്ടും ഓണായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൺ ഓഫ് എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അത് ഓണായി കൊടുക്കുക. ഓണായി കൊടുത്തതിന് ശേഷം ഒരു ബബിൾ പോലുള്ള ഒരു ലെൻസ് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ് എന്നാണ് ഉള്ളത്. അതായത് ഏത് ഭാഷയിൽ നിന്നും ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഹിന്ദി എന്ന ഭാഗത്ത് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ ലാംഗ്വേജ് എന്ന ഭാഗത്ത് ഞാൻ മലയാളമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ മലയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മലയാളം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ആണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എവിടെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റുകളുള്ളത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ബബിൾ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഈ ലെൻസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. വെച്ച ഉടനെ തന്നെ ആ ഇംഗ്ലീഷിലുള്ളത് 1 സെക്കൻഡ് കൊണ്ട് തന്നെ മലയാളത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഒരു ഐക്കണുണ്ട്. വാട്സപ്പിലേക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിലുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് 1 സെക്കൻഡ് കൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ വായിച്ചെടുക്കുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകാതിരിക്കില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.